മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 3 ഉരുളൻകിഴങ്ങാണ്. കുറച്ച് നീളത്തിലുള്ള ഉരുളൻകിഴങ്ങ് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി സൗകര്യം അതാണ്. നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉരുളൻകിഴങ്ങെല്ലാം ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഷേപ്പിൽ നീളത്തിൽ ഏതാണ്ട് ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക. എല്ലാ പീസസും ഏതാണ്ട് ഒരേ വണ്ണത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരത്ത് അതിന് രണ്ടിനും 2 വേവായിരിക്കും. ഈ കട്ട് ചെയ്ത് വെച്ച പീസസ് എല്ലാം 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് അരമണിക്കൂർ, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിലെ സ്റ്റാർച്ച് എല്ലാം മുഴുവൻ പോകാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർച്ച് പോയിട്ടില്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ വല്ലാതെ കുഴഞ്ഞു പോകും. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇട്ട് വയ്ക്കണം. കുറച്ച് കൂടുതൽ ടൈം ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും, ചെറുതായിട്ടൊരു കലങ്ങിയിട്ടുണ്ടായിരിക്കും. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഒരു 3-4 പ്രാവശ്യം നമ്മൾ നല്ല വെള്ളത്തിൽ വീണ്ടും കഴുകിയെടുക്കണം. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ ഒരു പരുവത്തിൽ നമുക്കിത് ഒന്ന് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ അല്പം വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. പൊട്ടാറ്റോ മുങ്ങിക്കെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോഴാണ് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്രൈ ചെയ്യുന്ന നേരത്തെ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പൊട്ടാറ്റോയിലേക്കെല്ലാം ഉപ്പ് പാകത്തിന് പിടിക്കും. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം ഇനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് വാടി വരുന്ന ആ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ട്രേയിലോട്ട് ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇട്ടിട്ട് അതിന് മുകളിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ. അതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് നമ്മൾ ഒപ്പിയെടുക്കണം. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രീസറിലോട്ട് വയ്ക്കാൻ. ഫ്രീസറിൽ ഏതാണ്ട് 2 മുതൽ 3 മണിക്കൂർ വരെ നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ വേവിച്ച പൊട്ടാറ്റോസ് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര ദിവസങ്ങളോളം വേണമെങ്കിലും സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എപ്പോഴാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇപ്പം നിങ്ങൾക്കുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ ഒരുപാട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എമൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫുള്ളും പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് പിന്നീട് അത് ഐസെല്ലാം വെടിയിച്ചിട്ട് അത് ഡീപ് ഫ്രോസ്റ്റ് ആക്കി വീണ്ടും ബാക്കി വരുന്ന വീണ്ടും ഫ്രീസറിലോട്ട് വെക്കാതെ നമ്മുടെ പാകത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 8 മണിക്കൂർ നേരം ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. ഒരു 8 മണിക്കൂർ ആവാൻ നേരത്തെ അത് ഓരോരുത്തരുടെ ഫ്രിഡ്ജിനനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം വരും. 1-2 മണിക്കൂറിന് വ്യത്യാസം വരും. ഒരു 6 മുതൽ ഒരു 8 മണിക്കൂർ മാക്സിമം വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പുറത്തെടുത്തിട്ട് ഇതൊരു ട്രേയിലേക്കോ അല്ലെങ്കിൽ പരന്ന പ്ലേറ്റിലേക്കോ ഇട്ട് വെച്ചിട്ട് ചെറുതായിട്ട് ഇതിങ്ങനെ ഐസ് പിടിച്ച് ഒട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് അത് അടർത്തി എടുക്കാനും പറ്റുന്നൊരു പരുവായിരിക്കും ആ ഒരു ടൈമിനുള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കത് കൈ വെച്ചിട്ട് ഒന്ന് അടർത്തി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഫ്രീസറിൽ തന്നെ അത് സൂക്ഷിക്കാം, ദിവസങ്ങളോളം സൂക്ഷിക്കാം. അപ്പോൾ നമുക്കത് ഓരോ പീസും പിന്നീട് പരസ്പരം ഒട്ടാതെ കിട്ടും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് പച്ചക്കറി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. ഇതുമാതിരി ഒരു 8 മണിക്കൂറിന് ശേഷം ഒന്ന് പുറത്തെടുത്തിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഫ്രീസറിലേക്ക് വെച്ചാൽ അത് പരസ്പരം ഒട്ടില്ല. ഇപ്പം നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മണിക്കൂർ നേരം ഫ്രീസ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോസാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഇതിൻ്റെ മുകളിൽ ഐസ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ എടുക്കേണ്ട കേട്ടോ, വേറെ ഏതെങ്കിലും ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം.
ഏതാണ്ട് ഒരു 8 to 10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് നേരം വേണ്ട, നിങ്ങൾക്ക് എത്രത്തോളം മൊരിയിക്കണോ അതിനനുസരിച്ചിട്ട് നമുക്കിത് എണ്ണയിലിട്ട് മൊരിയിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ ഇത് മാറ്റുകയാണ്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള പൊട്ടാറ്റോസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ എല്ലാ പൊട്ടാറ്റോസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും മെനക്കെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.